മറ്റൊന്നും കൊണ്ടല്ല. ഈ പിണറായി വിജയൻ ഇപ്പൊ ഭരിക്കുന്നത് CPM വേണ്ടിയിട്ടല്ല, മറിച്ച് RSS വേണ്ടിയിട്ടുള്ള ഭരണമാണ് ഈ കേരളത്തിൽ നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാ RSS അജണ്ട നടപ്പാക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. RSS പുതിയ വിദ്യാഭ്യാസ നയം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് RSS പ്രത്യയശാസ്ത്രം തള്ളിവിട്ടുകൊണ്ട് അവരുടെ തലച്ചോറിലേക്ക് RSS ആദർശങ്ങൾ കുത്തിവെക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ള പുതിയ വിദ്യാഭ്യാസ നയം ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പാവുകയില്ല എന്ന് പ്രഖ്യാപിച്ചത് കേവലം ഭരണകക്ഷി മാത്രമല്ല, മറിച്ച് പ്രതിപക്ഷത്തുള്ള UDF അടക്കം പിന്തുണ നൽകിയിട്ട് ഒറ്റക്കെട്ടായി നിയമസഭയ്ക്കകത്ത് നമ്മൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഈ കേരളം എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ മണ്ണാണ്, ബഹുസ്വരതയുടെ മണ്ണാണ്. ഈ മണ്ണിനകത്ത് RSS അജണ്ട നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചത് ഈ കേരളം ഒറ്റക്കെട്ടായിട്ടാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്താ പിണറായി വിജയൻ ചെയ്തത്? 1500 കോടി ഉറുപ്പികയുടെ പിച്ചക്കാശിന് വേണ്ടി RSS മുന്നിൽ പോയി തലവെച്ചു കൊടുത്ത് അമിത്ഷാ പറയുന്നിടത്ത് തുല്യം ചാർത്തി തിരിച്ചു വന്നിരിക്കുകയാണ് പിണറായി വിജയൻ. പറയുന്ന ന്യായം എന്താ? 1500 കോടി ഉറുപ്പിക കിട്ടുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലൊരു പാവപ്പെട്ടവൻ സൗദി അറേബ്യയിൽ ജയിലിൽ പോയി കിടന്നപ്പോ ഓനെ രക്ഷിക്കാൻ വേണ്ടി മണിക്കൂറുകൾ കൊണ്ട് 100 കണക്കിന് കോടി പിരിച്ച നാടായത് അല്ലേ? അപ്പൊ ഒരു 1500 കോടി ഉറുപ്പിക നമ്മുടെ കേരളത്തിന് ആവശ്യമുണ്ട് എന്ന് വന്നാൽ RSS മുന്നിൽ പോയി തലകുലിക്കണോ? അല്ലെങ്കിൽ കേരളത്തിലെ പാട്ട കുലിക്കിയാൽ കേരളത്തിലെ മതേതര മനസ്സാക്ഷി ഈ പൈസ കൊടുക്കില്ലേ? എന്നിട്ടാണ് RSS മുന്നിൽ പോയി തലകുലിച്ചിട്ടുള്ളത്, അവിടെ തുല്യം ചാർത്തി വന്നിട്ടുള്ളത്. RSS പറയുന്നത് മുഴുവൻ ഇവിടെ പഠിപ്പിച്ചു കൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്തു വന്നിരിക്കുക പിണറായി വിജയൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിൻ, ഈ പട്ടാമ്പിയിലെ CPI പോലും ഒന്നും അറിയിച്ചില്ല. മന്ത്രിസഭയ്ക്കകത്ത് പിണറായി വിജയൻ ഒപ്പിരിക്കുന്ന CPIയുടെ മന്ത്രി രാജൻ ചോദിച്ചു, അല്ല മുഖ്യമന്ത്രി, ഇങ്ങനെ ഒപ്പിടാൻ ഒരു പരിപാടി ഉണ്ടെന്ന് കേൾക്കണു, നമ്മുടെ മന്ത്രിസഭയിൽ ഈ കാര്യമൊന്നും ചർച്ച ചെയ്തല്ലോ എന്ന് പറഞ്ഞപ്പോ മൂപ്പര് മൗനം പാലിച്ചു, മുഖ്യമന്ത്രി മൗനം പാലിച്ചു. നിങ്ങൾക്കറിയോ, CPI പോലും ഇതൊന്നും അറിയിക്കാൻ തയ്യാറായില്ല. CPI പോലും അറിയിച്ചില്ല. അവസാനം CPI പറഞ്ഞു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരാ പറഞ്ഞത്? കോൺഗ്രസ് ആണോ പറഞ്ഞത്? UDF ആണോ പറഞ്ഞത്? അല്ല, CPI പറഞ്ഞു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു, ഞങ്ങളെ വഞ്ചിച്ചു എന്നാണ് CPI പറഞ്ഞത്. ഞങ്ങളെ ചതിച്ചു എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. എന്തിന്റെ പേരിലാ ചതിച്ചത്? ഒന്നിച്ചു നിന്നിട്ട് RSS മുന്നിൽ പോയി കീഴടങ്ങിയ കഥ, കീഴടങ്ങുന്ന കാര്യം ഈ CPI പോലും അറിയിക്കാതെ ഞങ്ങളെ വഞ്ചിച്ചു കളഞ്ഞു എന്ന് ബിനോയ് വിശ്വം പറഞ്ഞപ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പ്രതീക്ഷിച്ചു CPI കുറച്ച് ആർജവം കാണിക്കും. വല്ലപ്പോഴും നമ്മുടെ പട്ടാമ്പിയിൽ MLA അടക്കമുള്ളവർ ഈ കാര്യത്തിൽ, അല്ലെ, JNUവിലൊക്കെ പോയി RSSനെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്നൊക്കെ പറയുന്നയാളാണ്. പക്ഷെ ഇങ്ങനെ ഒരു വിഷയം വന്ന് പിണറായി വിജയൻ RSS മുന്നിൽ കീഴടങ്ങിയപ്പോ ആ ധൈര്യം, RSSനെതിരായിട്ടുള്ള അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഗരിമ അത് ഇപ്പോൾ പ്രകടിപ്പിക്കുമെന്നാണ് നമ്മൾ കരുതിയെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി. എന്താ CPI ചെയ്തത്? CPI വിളിച്ച് പിണറായി പറഞ്ഞു, നിങ്ങളുടെ എതിർപ്പ് നമ്മൾ അവിടെ അറിയിക്കാം. എങ്ങനെ അറിയിക്കാം? എഴുതിയിട്ട് അറിയിക്കാം എന്നല്ല, വാക്കാൽ അറിയിക്കാം. വാക്കാൽ പോയി പറഞ്ഞു എന്നാ ശിവൻകുട്ടി പറയുന്നത്. ശിവൻകുട്ടി ഏത് ഭാഷയിൽ പറഞ്ഞു, അമിത്ഷാക്ക് ഏത് ഭാഷയിൽ തിരിഞ്ഞു നമുക്കറിയില്ല. പക്ഷെ വാക്കാൽ എതിർത്തു എന്ന് പറഞ്ഞപ്പോഴേക്കും CPI അത് വിശ്വസിച്ചിട്ട് എല്ലാ വിഷയങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് പട്ടാമ്പിയിൽ MLAയോട്, നിങ്ങളുടെ RSS വിരുദ്ധത അമിത്ഷായുടെ RSSന്റെ 1500 കോടി ഉറുപ്പികയ്ക്ക് മുന്നിൽ അലിഞ്ഞില്ലാതായി പോയോ എന്നാണ് പട്ടാമ്പി MLAയോട് നമുക്ക് ചോദിക്കാനുള്ളത്. ഇനിയും മുദ്രാവാക്യം വിളിച്ച് ഈ വഴിക്ക് വരില്ലേ ന്യൂസിനെ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ മുദ്രാവാക്യം വിളിയുടെ പവറൊക്കെ എവിടെ പോയി? എവിടെ പോയി? JNUവിൽ നിങ്ങൾ കാണിച്ച മുദ്രാവാക്യം വിളി എന്തേ ഇപ്പൊ കാണാതെ പോന്നു? അപ്പൊ വാസ്തവത്തിൽ ഇപ്പൊ കേരള ജനതയ്ക്ക് ആസാദി വേണം. ആരുടെ കയ്യിൽ നിന്ന് ആസാദി വേണ്ടത്? കേരള ജനതയ്ക്ക് ആസാദി വേണ്ടത് RSSന്റെ ഏജന്റായ പിണറായി വിജയന്റെ കയ്യിൽ നിന്നാണ് കേരളത്തിലെ ജനതയ്ക്ക് ഇപ്പൊ ആസാദി വേണ്ടത്. കേരളത്തിലെ ജനങ്ങൾക്ക് ആസാദി വേണ്ടത് സംഘപരിവാറിന് മുന്നിൽ കൊണ്ടുപോയി കേരളത്തിന്റെ ആത്മാഭിമാനം പണയം വെച്ചിട്ടുള്ള ഈ ഇടതു ഭരണത്തിൽ നിന്നാണ് കേരളത്തിന് ആസാദി വേണ്ടത്. ആ ആസാദി കൊടുക്കാൻ UDF തയ്യാറായി കഴിഞ്ഞു. ആ ആസാദി പട്ടാമ്പിക്ക് കൊടുക്കാൻ UDF തയ്യാറായി കഴിഞ്ഞു. ഒരു സംശയവും തർക്കവും ആ കാര്യത്തിൽ വേണ്ട. കാറ്റ് UDFനൊപ്പമാണ്, ജനങ്ങൾ UDFനൊപ്പമാണ്, ഈ ജനകീയ കൂട്ടായ്മ അത് UDFനൊപ്പമാണ്. അതാണ് നിങ്ങൾ പട്ടാമ്പിയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോ UDFിലേക്ക് തിരിച്ചു വരികയാണ്. ഒരുപാട് ആളുകൾ ഇപ്പോ UDFിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന പല ആളുകളും മനസ്സുകൊണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പമാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരുടെ കൊടിയും പ്രത്യയശാസ്ത്രവും ഉപേക്ഷിച്ച് നമ്മളോടൊപ്പം വരുന്ന ദിവസങ്ങൾ അത് അനധിവിദൂരമല്ല പട്ടാമ്പിയിലുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ CPI നിന്ന് വരുന്ന, അല്ലെ, ഇടതുപക്ഷത്ത്